അസ്സലാമലൈക്കും. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം നമുക്ക് ബക്രീദ് സ്പെഷ്യലായിട്ട് നല്ല റൈസ് തന്നെ ആയാലോ? അതും വെറും റൈസ് അല്ല, ഒരു കളർഫുൾ റൈസ്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കളർഫുൾ എന്ന് പറയാൻ കാരണം നമ്മളെ ക്യാപ്സിക്കം കൊണ്ട് ഉണ്ടാക്കുന്ന റൈസാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ക്യാപ്സി റൈസ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 500 ഗ്രാമോളം ചെമ്മീൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞളും ഇട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്തെടുക്കണം. ചെമ്മീനിന് പകരം ബീഫായാലും ചിക്കൻ ആയാലും എല്ലാം ബെറ്റർ തന്നെയാണ്. ഞാനിവിടെ ചൂസ് ചെയ്തത് ചെമ്മീനാണെന്ന് മാത്രം. ശേഷം നമുക്ക് വെജീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ചോപ്പായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇവനാണ് നമ്മളെ താരം, ഈ ക്യാപ്സിക്കം കട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പിൽ റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ റൈസ്. അപ്പോൾ ഇതേപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത ഭാഗം നമ്മൾ കളയാതെ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലെ വിത്തുകളെല്ലാം പോക്കിയിട്ട് ഈ സൈഡിലുള്ള നാരൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ വൃത്തിയാക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ 3 ക്യാപ്സിക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ടോപ്പ് ഭാഗമില്ലേ, ആ ഭാഗത്തു നിന്ന് സൈഡിൽ നിന്നെല്ലാം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിത് വേസ്റ്റ് ആവില്ല. ഇനി അഥവാ ഇതിൽ നിന്ന് കിട്ടിയില്ല എന്നാണെങ്കിൽ ക്യാപ്സിക്കം എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്ത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇത് അധികം വേണമെന്നില്ല, നമുക്ക് ഏകദേശം ഇത്രയൊക്കെ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കൊറിയൻഡർ ലീവ്സ് ആണ്. അതും ഇതേപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 50 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെജീസ് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളെ ചെമ്മീൻ കുക്ക് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചിട്ട് ആ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ ചെമ്മീനെ വേവിച്ചിട്ടെടുക്കണം. ഇനി അത് ചൂടാറാൻ വേണ്ടിയിട്ട് സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പം ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. കാരണം 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന തോതിൽ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് റൈസ് എടുത്തതുകൊണ്ട് ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ചൂസ് ചെയ്യുന്നത്. ഇനി റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വന്നാൽ നമ്മൾ റൈസ് കഴുകി ഊറ്റി മാറ്റി വെച്ച് 1.5 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ച റൈസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ഒരു മാഗി ക്യൂബും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പ് 1 ടീസ്പൂൺ തന്നെ മതിയാവും. കാരണം എന്താ വെച്ചാൽ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട്. അപ്പോൾ അത് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ടതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഉപ്പ് പാകത്തിനാണോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 45 മിനിറ്റ്സിന് ശേഷം നമ്മൾ റൈസ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി റൈസ് നന്നായിട്ട് വെന്തിനൊന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളെ ചെമ്മീൻ നമുക്ക് നല്ല ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ക്യൂബ് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ ചെമ്മീൻ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ആ ബട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ നന്നായിട്ട് ബട്ടറിലേക്ക് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ പെപ്പറും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊക്കെ കൂടി നല്ലോണം മിക്സ് ആക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതും കൂടി കഴിഞ്ഞാൽ ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മളെ വെജീസ് ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം നമ്മൾ പ്രോൺസ് എടുത്തിട്ട് അതും സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ റൈസും കൂടി എടുത്തിട്ട് ഇതേപോലെ സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫസ്റ്റിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മളെ ക്യാപ്സിക്കം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാരറ്റ് എടുത്തിട്ട് ഒരു പിടി ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കത്തിൽ നിന്ന് ഒരു പിടി എടുത്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളെ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീനാണ് നമ്മളെ ഹൈലൈറ്റ്. അപ്പോൾ അത് കുറച്ച് ഓവറായാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ചെമ്മീനാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളെ ടൊമാറ്റോ കെച്ചപ്പാണ്. ശേഷം നമ്മൾ ഒരു പകുതിയോളം നമ്മളെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പകുതിയോളം മാത്രം മതി നമ്മളെ റൈസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഒന്നുകൂടി അതിൻ്റെ മേലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അതൊന്ന് ഫില്ല് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം ക്യാരറ്റ് അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം പിന്നെ കൊറിയൻഡർ ലീവ്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി 2 ക്യാപ്സിക്കം ഇതേപോലെ തന്നെ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇത് ഓരോന്നോരോന്നായി ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ആവശ്യമ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളൊരു 10-15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ സ്റ്റീം ചെയ്തത് ഒരു 15 മിനിറ്റോളമാണ്. അപ്പോൾ നമ്മൾ 15 മിനിറ്റിന് ശേഷം നമ്മൾ റൈസ് ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡെക്കറേഷൻ പരിപാടി കൂടി ആയാൽ നമ്മളെ ക്യാപ്സി റൈസ് ഇവിടെ പക്ക കംപ്ലീറ്റ്. ഇനിയിപ്പോൾ ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് പൊളിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് കെച്ചപ്പ് കൂടി ഇറ്റിച്ചതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം. അതിൻ്റെ കൂടെ ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം കടിച്ചും കഴിക്കാം. അപ്പോൾ വെറൈറ്റി റൈസുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നൊരു കാര്യം കൂടെ, ഇഞ്ച വീഡിയോയിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നമുക്ക് നാളെയിൽ ശരിയാക്കാമല്ലോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക് നേർന്നുകൊണ്ട് ബൈ ബൈ ഫ്രം കൊയാസ് റെസിപ്പി.